ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയങ്ങാടി നേർച്ച കാണാനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേർച്ച കാണാൻ വരുന്നത്. മോൻ്റെ നിർബന്ധം കാരണമാണ് ഏട്ടൻ കൊണ്ടുവന്നത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാനും ഏട്ടനും മോനും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടന്നതിലൂടെ. നല്ല തിരക്കായിരുന്നു, പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. കാറിൽ നിന്ന് ഞങ്ങളും കയറി. എന്താ ചെയ്യുക, ഞങ്ങൾ മൂന്നും പേരും അവിടെ എല്ലാം കുറേ നടന്നു കേട്ടോ. അപ്പം മോനൊരാഗ്രഹം ആ തോണിയിലൊന്ന് കയറാൻ. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കയറാൻ നിന്നു. അങ്ങനെ ഇതാ ഈ കാണുന്നതൊക്കെ ഞങ്ങളെ നാട്ടുകാരാട്ടോ. അങ്ങനെ ഞങ്ങൾ തോണിയിൽ കയറി. അത് കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് സ്പീഡ് ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മുഖഭാവമൊക്കെ മാറിയിട്ടോ. ഈ ബാക്കിലിരിക്കുന്ന പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അതിലപ്പുറമായിരുന്നു ഞാൻ. മോന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ കുറേ നേരം. പിന്നെ അങ്ങോട്ട് അവനും പിടുത്തം വിട്ടു. ഞാൻ നന്നായി പിടുത്തം വിട്ടു. എൻ്റെ ചീറൽ കേട്ടിട്ട് എനിക്ക് തന്നെ ചീറി വരികയാണ്. ബാക്കിലിരിക്കുന്ന കുട്ടികൾ കണ്ടില്ലേ, ഭയങ്കര ഇൻട്രസ്റ്റിൽ കയറിയതായിരുന്നു എല്ലാവരും. ലാസ്റ്റ് അമ്മേനും അച്ഛനും ഒക്കെ വിളിച്ച് കരച്ചു തുടങ്ങി എല്ലാവരും. മോന് ലാസ്റ്റ് കണ്ണു പൊത്തി കരയാൻ തുടങ്ങി. ഞാൻ കാലം കൊണ്ട് വിളിക്കാൻ ഏട്ടനൊന്നും നല്ല രസം. എല്ലാവരും കരച്ചിലിങ്ങനെ വീഡിയോ എടുത്തിട്ട് സംഭവം നല്ല രസമായിരുന്നു. സൗണ്ടൊക്കെ പോയി ഒരു വിധമായി. ഞാൻ കണ്ണിനൊക്കെ വെള്ളം പോയിൻ്റെ. ഉണ്ണിയാണെങ്കിലോ കണ്ണു കുത്തിയിട്ട് ഏട്ടൻ്റെ മേത്ത് കിടന്നു. ശരിക്കും കൊണ്ട് കരയുന്നുണ്ട്. എന്താ നടക്കുന്നത് അവനെന്നെ അറിയുന്നു. ബാക്കിലുള്ള കുട്ടികളാണെന്നതിലപ്പുറം അമ്മേനെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് കരഞ്ഞാലെന്താ, അത്യാവശ്യം നന്നായിട്ട് ആസ്വദിച്ചു കിട്ടാം. വെക്കേഷൻ എവിടെയും പോയിട്ടില്ല എന്നുള്ള പരാതി കൊണ്ട് തീർത്തു വന്നിട്ട്. മോൻ എന്തായാലും അത് ശരിക്കും എൻജോയ് ചെയ്തു കിട്ടാം. ഞാൻ ലാസ്റ്റ് കണ്ണ് ചുണ്ടി അവിടെ കിടന്നു. മോൻ കരച്ചിൽ തുടങ്ങി. ലാസ്റ്റ് കണ്ണിനൊക്കെ വെള്ളം വരുന്ന തുടങ്ങി. പിന്നെ പുറമേയുള്ള കാഴ്ചകളൊക്കെ അതിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടാ. അതിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ യന്ത്രഊഞ്ഞാലിൽ കയറിയിട്ടോ. അതിലിരിക്കുമ്പോഴും നല്ല പേടി ഉണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയാണ്, എത്രയാണ് സ്പീഡ് എന്നൊക്കെ ആലോചിച്ചിട്ട്. യന്ത്രഊഞ്ഞാലിലിരുന്ന് നോക്കിയാലോ ഒരുപാട് കാഴ്ചകൾ അതിൻ്റെ മുകളിലിരുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഉണ്ണിയാണെങ്കിൽ പിന്നെ ഏട്ടനെ ഇറുക്കി പിടിച്ചിരിക്കൽ തുടങ്ങി. ഇത് കറങ്ങല അങ്ങോട്ട്. ഞാൻ